ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ദേവമാതാവിന്റെ ജനന തിരുനാളിന്റെ 8-ാം ദിവസത്തിൽ വിശുദ്ധ ദേവമാതാവിന്റെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം. യേശുവിന്റെ ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും എന്നും കൂടെയായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വിശുദ്ധ മറിയം. യേശുവിന്റെ ജനനം മുതൽ മരണം വരെ നിഴല് പോലെ നടന്ന വ്യക്തി. തനിക്ക് ഏക ആശ്രയമായിരുന്ന മകൻ കുരിശിൽ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് മരണത്തിൽ അമരുന്ന നേരത്ത് പോലും ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ മാതാവ് എന്നും നമുക്കൊരു പ്രത്യാശയുടെ വഴിയാണ് തെളിയിച്ചു തരുന്നത്. നീ ദുഃഖത്തിൽ ആണ്ടുപോകുന്ന നിമിഷങ്ങളിൽ നിന്നെ ചേർത്ത് പിടിച്ച് മകനെ, ഇവരുടെ കുറവുകൾ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വം. നീ സഹിക്കുന്ന സങ്കടം വരാനിരിക്കുന്ന ലോകത്തോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്ന സത്യം നമുക്ക് വെളിവാക്കി തരും. മറിയത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖത്തിൽ നീ അറിയാതെ നിന്നെ സഹായിക്കുവാൻ മുൻകൈ എടുക്കുന്ന ഒരമ്മ. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നീ അപേക്ഷിക്കുന്നതിന് മുൻപ് സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരമ്മ. 2-ാമതായിട്ട്, നിന്റെ ദുഃഖത്തിൽ നിന്നെ കൈപിടിച്ച് നയിക്കുന്ന ഒരമ്മ. ശിഷ്യന്മാർ വേദനിക്കുന്ന നിമിഷങ്ങളിൽ പോലും അവരോടുകൂടി ആയിരുന്ന ഒരമ്മയാണ് പരിശുദ്ധ മറിയം. അങ്ങനെ ഒരമ്മ നിന്റെ വേദനകളിൽ നിന്നെ എത്രമാത്രം ചേർത്ത് വയ്ക്കും. ആ മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് എപ്പോഴും കൂട്ടായിരിക്കട്ടെ. മാതാവിന്റെ ജനനത്തിരുനാളിന്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.